and welcome to yet another episode of Swapnakoot Season 5. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷ് ഫാം ഹൗസ് സ്റ്റൈൽ ഒരു വീടാണ്. പള്ളുരുത്തിയിൽ ഒരു കായൽ തീരത്താണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. 2 നിലയിലായിട്ട് 4 ബെഡ്റൂംസ് ആണ് ഈ വീടിനുള്ളത്. ഈ വീടെന്ന് പറയുന്നുണ്ട് അല്ലേ, ഫോർച്യൂണ റിവർ ബാങ്ക് എന്നാണ് ഈ വീടിന്റെ പേര്. സോ കാണാൻ നമുക്ക് ഫോർച്യൂണ റിവർ ബാങ്ക്. ഫോർച്യൂണ റിവർ ബാങ്ക് ഹൗസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഈ വീടിന് 2 എൻട്രൻസ് ആണുള്ളത്. ഒന്ന് കായൽ തീരത്ത് നിന്നും, ഇനിയൊന്ന് റോഡ് ആക്സസിൽ. സോ ഈ ഒരു കായൽ തീരത്തെ ആ ഒരു എൻട്രൻസ് ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ ലോൺ നമുക്ക് കാണാം. ഈ ലോണിന്റെ ഇടയിൽ കൂടെ ഒരു പേവ്ഡ് പാത്വേ സ്ട്രെയിറ്റ് ടു ദ റെസിഡൻസ്. ആൻഡ് ഓൾസോ ഒരു വെയിലാറിയ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് കുറച്ച് കുട്ടി വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് ചെയർസും ഇവിടെ കൊടുത്തിരിക്കുന്നു. ആ ചെയർസ് എന്ന് പറയുന്നതും ഈ ഒരു എക്സ്റ്റീരിയർ കളർ ടോണിന് ചേരുന്ന രീതിയിൽ വൈറ്റ് ചെയർസ് ആണ് ഇവിടെ ലോണിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലോണിന്റെ ഇൻ ബിറ്റ്വീൻ സൈഡ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺസും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓൾസോ ഈ ഒരു എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എക്സ്റ്റൻഷൻ, അതായത് വീടിൽ നിന്നും ഒരു എക്സ്റ്റൻഷൻ ബാക്ക് വാട്ടേഴ്സിലേക്ക് കൊടുത്താണ് ഈ ഒരു എൻട്രൻസ് സ്റ്റാർട്ട്. എക്സ്റ്റീരിയർ നോക്കുമ്പോഴത്തേക്ക് കാണാവുന്നത് വളരെ ചുരുക്കം അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രം ആ ഒരു കായലിന്റെയും പ്രകൃതിയുടെയും ഒക്കെ ഭംഗി ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ വീടിന് കൺസ്ട്രക്ഷൻ നൽകിയിരിക്കുന്നത്. ഗ്രേ കളർ റൂഫ് ടൈൽസ് ആണ്. ആൻഡ് സ്റ്റീപ്പ് സ്ലോപ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സിറ്റ് ഔട്ടിൽ വൈറ്റ് പോസ്റ്റും നമുക്ക് കാണാൻ സാധിക്കുന്നു. ആൻഡ് ഈ ഒരു വാളിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന ആ ഒരു സ്റ്റോൺ ക്ലാഡിങ്സ് ആണ്. അടുത്തതായി നമുക്കിനി ഫോർച്യൂണ റിവർ ബാങ്ക് ഹൗസിന്റെ ഇന്റീരിയറിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഫോർച്യൂണ റിവർ ബാങ്ക് ഹൗസിന്റെ ഡൈനിങ് റൂം കാണാം.
ഒരു കിച്ചൺ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ, കോമ്പാക്ട് ആൻഡ് എലഗൻറ്റ് കിച്ചൺ ആണ്. ഈ ഒരു ചിമ്നിയുടെ 2 വശങ്ങളിലുമായിട്ട് നമുക്ക് വിൻഡോസ് കാണാം. ആൻഡ് ഈ വിൻഡോസിന് റോളർ ബ്ലൈൻഡ്സും നൽകിയിരിക്കുന്നു. പ്ലസ് ഇവിടുത്തെ കൗണ്ടർ സ്ലാബ് നോക്കുകയാണെങ്കിൽ ക്വാഡ് സ്ലാബാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്ലാബ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഒരു ചെറിയ വിൻഡോയിലേക്കാണ്. ആൻഡ് അവിടെ കൂടെ, അതായത് ആ ഒരു വിൻഡോയുടെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഡൈനിങ് റൂമിലേക്ക് ഈസി സെർവിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് വളരെ മിനിമം ആയിട്ട് മാത്രമാണ് ഓവർ ഹെഡ് ക്യാബിനറ്റ്സ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോ ടോട്ടലി ഒരു എലഗൻറ്റ് കിച്ചൺ.